അപ്പം ഷാജിദയുടെ വെല്ലുവിളി ഇന്നലെ കണ്ടിരുന്നു. അവരുടെ ചാനലിൽ അവർ കിടന്ന് വെല്ലുവിളിക്കുന്നതിന് പുല്ലത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും വന്നിട്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് നിങ്ങളിപ്പം മൂക്കി കയറ്റും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. എന്താണ് ഡീഫമേഷൻ? ഡീഫമേഷൻ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, പക്ഷേ അത് വിജയിക്കില്ല. വിജയിക്കാത്തൊരു കാര്യം, ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇരുന്നുകൊണ്ട് ചുമ്മാ തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേസ് അവിടെ എടുക്കപ്പെടും. അത് അക്സെപ്റ്റൻസ് ഉണ്ടാകും, അതിനെതിരെ നടപടി ഉണ്ടാകും. മോശമായിട്ടുള്ള കള്ളത്തരങ്ങളാണ് പ്രചരിപ്പിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാവുക. നിങ്ങളുടെ വസ്തുവകകൾ ജപ്തി ചെയ്യും, നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതേസമയം വാസ്തവമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കോടതിയിൽ കയറേണ്ടി വരും എന്നതൊഴിച്ചാൽ തിരിച്ച് നിങ്ങൾക്ക് കിട്ടും പണി തരാൻ ഈ ആൾക്ക് പറ്റുകയും ചെയ്യും. ഷാഹിദ ഷാജിയുടെ വിഷയം പറയുമ്പോൾ അപ്പം ഷാജിദ ആദ്യമായിട്ട് ചീത്ത പറഞ്ഞത് എന്നെയാണ്. ഞാൻ അവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയും അവരെ പറ്റി ഒന്നും പറയാതിരിക്കുമ്പോൾ 3 മാസക്കാലം എല്ലാ ചാനലുകളിലും പോയി ഷെഫീന ബീവി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയാണ് അപ്പം ഷാജിദ മോശം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പം ഷാജിദ എന്ന് ഞാൻ വിളിക്കുന്നത് അവൾ തന്നെ പറഞ്ഞൊരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അവളാണ് പറഞ്ഞത് അവൾ അപ്പം നല്ല അപ്പമാണ്, സൂപ്പർ അപ്പമാണ്, അത് നാട്ടുകാർക്ക് അക്സെപ്റ്റൻസ് ഉള്ള അപ്പമാണ്, ആ അപ്പം കാണാനും തിന്നാനുമായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. എൻ്റെ അപ്പം പഴയ അപ്പമാണ്, അത് ആർക്കും വേണ്ട എന്ന്. എനിക്കതൊരു ഓണർഷിപ്പാണ്. എൻ്റെ അപ്പം ആർക്കും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മൈ അപ്പം ഈസ് മൈ അപ്പം, ഹർ അപ്പം ഇത് ഹർ അപ്പം. അവളുടെ അപ്പം ആളുകൾക്ക് വേണമായിരിക്കും, എടുത്ത് തിന്നട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പിന്നെ അവളുടെ ചാനലിൽ കൂടെ വന്ന വിഷയങ്ങളെ അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനപ്പുറം ഒരു അവഹേളനപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം പറഞ്ഞത് എനിക്ക് 4 മാപ്പിളയുണ്ടെന്നും ഞാൻ അങ്ങനെ കെട്ടിയിട്ടുണ്ടെന്നും ഞാൻ ഗൾഫിൽ ജയിലിലായിരുന്നു എന്നും പെൺവാണിപ്പക്കാരിയാണെന്നും തുടങ്ങി എന്നെയാണ് അലിഗേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേസ് കൊടുക്കാൻ പൂർണ്ണ യോഗ്യതയുള്ളത് ഞാനാണ്. എൻ്റെ കുട്ടികളെയാണ് മോശം പറഞ്ഞിട്ടുള്ളത്. അവളുടെ കുഞ്ഞു മക്കളെ കൊണ്ടുവരെ എനിക്കെതിരെ തെറി വിളിപ്പിച്ചിട്ടുണ്ട്. ആദ്യം കേസ് കൊടുത്തിരിക്കുന്നത് CWCയിൽ ഞാനാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഞാനാണ്. ഞാൻ നാളെ വീണ്ടും ചിൽഡ്രൻസ് ഇതിൻ്റെ അവിടെ പോകുന്നുണ്ട്. കർശനമായി നടപടി എടുക്കാനുള്ള നീക്കങ്ങളുമായി ഞാൻ മുൻപോട്ട് തന്നെ പോകും, മാറി നിൽക്കത്തില്ല ഈ വിഷയത്തിൽ. കാരണം നിരന്തരം കുട്ടികളെ വീണ്ടും വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് പച്ചത്തെറി പറയുന്ന ഈ പെണ്ണുമ്പിളയ്ക്കൊപ്പം ആ കുട്ടികൾ സുരക്ഷിതരല്ല. റെസ്ക്യൂ ഹോമിൽ കുട്ടികൾ വളരട്ടെ, അവൾ ചെലവിന് കൊടുക്കട്ടെ. അതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇത് പബ്ലിക്കിൽ ഇത് കാണിക്കുന്നത് തെറ്റാണ്. മറ്റുള്ളവരും ഇത് ഫോളോ ചെയ്യാനും ആവർത്തിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു കുട്ടികളുടെ ഒരു ഫോട്ടോയോ വല്ലതും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻ വരുന്നുണ്ടല്ലോ. ഇവർക്ക് എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നില്ല? ഒന്നുകിൽ ചാനൽ കൂട്ടിയിട്ട് മിണ്ടാതെ കുത്തിയിരിക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ചാനലിൽ കൊണ്ടുവരരുത് ഇതുപോലെ ചീത്ത പറയുന്ന അവസരങ്ങളിൽ. അതൊരു കർശനമായ ഇതാണ്. അത് എന്തും ആരെയും ചെയ്യാമെന്നുള്ള തോന്നൽ കൊണ്ടാണ് ആ പോക്കൃത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ തുണി പൊക്കി നടന്ന അപ്പം ഷാജിദ എന്നൊക്കെ ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി തെളിവുണ്ട്. തുണി പൊക്കിക്കൊണ്ട് ഒരു സിനാൻ എന്ന് പറയുന്ന പയ്യനെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തെറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആകെ മൊത്തത്തിൽ നാട്ടുകാരെ മുറുക്കെ തെറിയും വിളിച്ച് നടക്കുന്ന ഇവൾ കൊണ്ടുപോയി കൊടുക്കുന്ന കേസ് പോലീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോലീസിനെ എനിക്കൊന്ന് കാണണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അപ്പം ഷാജിദ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ പോകണ്ട. പിന്നെ ഇന്നലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കൈസിന് 2 കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് പറയാൻ യോഗ്യതയുള്ളവർ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവക്കിട്ട് 2 കൊടുക്കാൻ ആളില്ലാത്തതാണ് കുഴപ്പം. പിന്നെ ആ നാട്ടുകാരിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇവളെ വീട്ടിൽ കയറി പൊട്ടിച്ചിട്ടുണ്ട് അവിടുത്തെ പിള്ളേർ. അതേപോലെ ഇവളുടെ ഗുണ്ടാകളെ കൊണ്ടുവന്നിട്ട് ആ നാട്ടുകാരെയും തിരിച്ച് പൊട്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ നാട്ടുകാർ ഇവളെ ശരിയാക്കൂ എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് ഇവളെല്ലാം കെട്ടിപ്പറക്കിക്കൊണ്ട് ഓടി വേറൊരിടത്ത് പോയി താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചു, കാരണം ഇവള്. അതേപോലെ 5 കുട്ടികൾ എൻ്റെത് കബീർ കടയിൽ നിന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ തന്നെ ഭർത്താവ് ചത്ത് തലയ്ക്ക് മേളിൽ നിന്ന് ശരീരം പുഴുക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരുത്തൻ്റെ കൂടെ പോയി കല്യാണ മാമാങ്കോ മഹർ മാമാങ്കോ, ഒരുത്തരിക്ക് പൈസ വാങ്ങിച്ച് മഹർ മാമാങ്കോ, വേറൊരുത്തൻ്റെ കൂടെ മഹർ വേറൊരു മാമാങ്കോ വാങ്ങിച്ച് അവൻ്റെ കൂടെ വയനാടും മൂന്നാറും ഒക്കെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് അലഞ്ഞ് നടന്ന ഒരുത്തി വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് നല്ല സൗകര്യക്കുറവുണ്ട്. അപ്പം എനിക്ക് മറുപടി ഉണ്ടാവും, ഞാൻ അതിന് മറുപടി പറയുക തന്നെ ചെയ്യും. അത് കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ എവിഡൻസ് വെച്ചിട്ടാണ്. പിന്നെ കൈസിൻ്റെ നേരെ കയറുമ്പോഴും സൂക്ഷിച്ചോ, ആ ചെറുക്കനെ തനിയെ ഇരുന്നല്ല അവൻ പറഞ്ഞത്. ഇവളുടെ ഉമ്മ അയാളെ ഫോണ് വിളിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അവൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന് അയാളെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. സ്വന്തം ഉമ്മായ എടിയെന്ന് മറ്റവളെന്ന് മറിച്ചവളെന്ന് മറ്റേതെന്ന് വിടക്കെന്ന് ഫ്ലവറി മോളെന്നൊക്കെ വിളിക്കുന്ന ഈ സ്ത്രീക്ക് 100% ഇടിയുടെ കുറവാണ്. അപ്പോൾ ആ 5 കുട്ടികളെ കാണിച്ചുകൊണ്ടാണ് ചന്ദനക്കടത്തിൽ നിന്ന് പോലും അവൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ
മോശപ്പെട്ട് നടക്കുന്ന ഒരു സ്ത്രീ അപവാദ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കെങ്ങും ഒരു കൂടെയും പോകാൻ പോകുന്നില്ല. കേസും കൊണ്ട് അവൾ എവിടെ പോയാലും അതിനുള്ള മറുമരുന്ന് ഞങ്ങൾ കണ്ടെത്തി വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഷാജിദ പൂർണ്ണമായും ഫ്ലോപ്പാണ്. ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കുക. അതാണ് ഞാൻ ഡേറ്റ് ഉൾപ്പെടെ ഇവിടെ ഇടുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ പച്ചയ്ക്ക് മോശം പറയുന്നുണ്ട്. എന്നെ ഒന്ന് കേൾക്കാം. അപ്പൊ കൂട്ടാനുള്ളവരെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറെ റിയാക്ഷൻ വീഡിയോസിൽ മെയിൻ ആയിട്ട് ഇറ്റ്സ് മീ കൈസ്, സഫീന ബീവി, പിന്നെ ആരാ വേറെ ആരൊക്കെയോ 2-3 ഉണ്ട്. തെറി വിളിക്കുന്ന ബീവി, തെറിത്താത്താന്റെ ഇടുന്നുണ്ട്. തെറിത്താത്താന്റെ ഇത് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈസിന് ഇട്ടിട്ടാണ് ഞാൻ പണി കൊടുക്കുന്നത്. കൈസിന് ഞാൻ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് അവിടെ. തെറിത്താത്ത നീ നിന്റെ തള്ളയും, മനസ്സിലായടി? നീ നിന്റെ തള്ളയാണ് തെറി വിളിക്കുന്നതും വ്യഭിചരിച്ച് നടക്കുന്നത്. 2 കണക്കാണ്. പിന്നെ എന്നെയും ജിനുചേട്ടനെയും കുറിച്ചിട്ട്, ജിനുചേട്ടൻ തെറിത്താത്താനെ ഇട്ട് കൊടുത്തതാണ്. 4-8 പണി കൊടുത്തതാണ്. എന്നിട്ട് ഓൾക്ക് അത് നീ ജിനുചേട്ടൻ എന്ന് പറയുന്ന ജട്ടി ജിനുവിന്റെ അടുത്ത് ചോദിച്ചടി, പണി അങ്ങോട്ടാണോ കിട്ടിയത് ഇങ്ങോട്ടാണോന്ന് ചോദിച്ചു നോക്കിയാൽ മതി, പറഞ്ഞു തരും. കേറി ഇറങ്ങുന്നുണ്ട് തന്തയും മോനും. ഓൾക്ക് ഉള്ള കാമുകനൊക്കെ ഇട്ട് ഓടിച്ച് അടിച്ചതാണ്. എന്നിട്ട് അവള് പഠിച്ചു. അത് ശരിയാണടി. എനിക്ക് ഒരുപാട് കാമുകന്മാരുണ്ട്. അവരെയൊക്കെ ഇട്ട് ഓടിച്ച് അടിച്ച് നാട്ടുകാർ അവിടെ നിന്ന് പായിച്ച് കൂടും കുടുക്കയും മക്കളെയും പറക്കി കെട്ടി ചന്ദനവും കള്ളക്കടത്ത് കടത്തി ഓടേണ്ടിയെന്ന് ഞാനല്ലല്ലോ, നീയല്ലേ? അവൾക്ക് ദുബായിൽ അപ്പം വെക്കലായിരുന്നു പണി. നാട്ടിലെ അപ്പം വെച്ചിട്ട് അരക്കനെ ഇവിടെ തളർന്നിട്ട് മൂത്രമൊഴിച്ച് ബെഡില് മൂത്രമൊഴിച്ച് കിടക്കണവളാണ്. അവളുടെ എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വൃത്തികേട് പറയുന്നവള് കൊണ്ടുപോയി കേസ് കൊടുത്താ പോലീസ് എടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എവക്കാണ് അടി പറ്റിക്കുക. നല്ല വനിതാ പോലീസുകാരെ കൈ കൊണ്ട് ഇവക്ക് ചെവിക്കലിന് അടി വാങ്ങിച്ചു കൊടുത്തില്ലേ നിങ്ങൾ നോക്കിക്കോ. അരയ്ക്ക് താഴ്പോട്ട് തളർന്ന് കിടക്കുന്നത് എനിക്ക് കണക്കായി പോയിടി. എൻ്റെ അഴയ്ക്ക് താഴോട്ടല്ലേ കിടന്ന് കിടക്കുന്നത്. നിന്റെ മുഴുവൻ തളരാനുള്ള സമയമായി. നീ അമ്മാതിരി തെറ്റാ ചെയ്തത്. എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ എൻ്റെ ഉമ്മച്ചിയോ ഇങ്ങനെ എന്നെ മോശം പറയാറില്ല. നിന്റെ വീട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ വീട്ടിലുള്ള സർവ്വത്ര പേര് മോശം പറയുന്നുണ്ടെങ്കിൽ നിന്റെ നാക്ക് അത്രത്തോളം പുഴുത്ത നാക്കാണ്. പിന്നെ അപ്പം വിറ്റാ ഇല്ലേന്ന് നാട്ടുകാർക്കറിയാം. നീ പറയണതും നീ ചെയ്യുന്നതും നിന്റെ വീട്ടിൽ നിന്റെ ചാനൽ നോക്കിയാൽ മാത്രം മനസ്സിലാവും ആരാണ് അപ്പം വിൽക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ ഗൈസ്, നമ്മളിവിടെ പറയുകയോ ഇല്ലയോ? ആരാണ് അപ്പം വിറ്റ് കിടക്കുന്നത്? അപ്പം പിന്നെ ഇവക്ക് അപ്പം ഷാജിദാന്ന് പേരിട്ടതിൽ തെറ്റുണ്ടോ? ഇവളി എരന്ന് വാങ്ങിക്കുന്നതാണ്. നീ കൈസിൻ്റെ കാര്യം അത് അവൻ നോക്കിക്കൊണ്ട് എനിക്ക് അതിനകത്തൊരു അഭിപ്രായമില്ല. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കിട്ടട്ടെ. അവൻ്റെ കേസും എടുക്കത്തില്ല. കാരണം കണ്ട കാര്യങ്ങളാണ് അവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഷാജിക്ക് കുത്തിക്കഴപ്പാണ്. ഇവക്ക് മുള്ളു മുരുക്കിനകത്ത് കയറ്റി ഇവളെ ഇറക്കണം. അല്ലെങ്കിൽ നല്ല അവൾ അവിടെ വിൽക്കുന്ന വരുത്തിയുണ്ടല്ലോ, അവളടുത്ത് പറഞ്ഞിട്ട് അവളെ കൊണ്ട് നല്ലൊരു സാമാനം കൊണ്ട് കൊടുത്താൽ തീരാവുന്ന കുത്തിക്കഴപ്പാണ്. ആണ് ഒരുത്തം കൂടെ ഇല്ലാത്തതിൻ്റെ കുത്തിക്കഴപ്പാണ്. അത് തെളിവാണല്ലോ. കബീർ എന്ന് പറയുന്നവനും അതിനല്ലാതെ വേറെ സൈഡ് ബിസിനസ്സിന് ഒത്തിരി പേര് വന്ന് കയറി പോയതിൻ്റെ ചരിത്രം അവൾ തന്നെ ചാനലിൽ പറയുന്നുണ്ട്. അയലത്തെ പെണ്ണുമ്പോൾ, അതായത് ഇവളുടെ അമ്മ പിന്നെ ഇവളുടെ ഉമ്മായുടെ സഹോദരൻ്റെ ഭാര്യ തന്നെ ഇവളെ വീട്ടിലേക്ക് ആണുങ്ങൾ വരുന്നതും പോകുന്നതും കണ്ട് കയ്യോടെ പിടിച്ച് ഉമ്മായോട് കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉമ്മായെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ഒറ്റയ്ക്ക് ഈ ബിസിനസ് നടത്താമെന്ന് വിചാരിച്ച് നാട്ടിൽ അപ്പം ബിസിനസ് നടത്തിയാണ്. നീ ഇനി ദുബായിൽ ചെല്ലടി. ദുബായിൽ നല്ല ബിസിനസ്സാണ്, ചെന്ന് നടത്തിയാൽ മതി. ഞാൻ ദുബായിൽ ബിസിനസ് നടത്തിയിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഉമ്മായെയും നിൻ്റെ സഹോദരിമാരെയും നിന്നെയും ഞാൻ അവിടെ വിറ്റതാണ്. അതാണ്. അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ നിനക്ക്. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഏത് വ്യക്തിയാണോ അവൻ്റെ ഉമ്മായെയും അവൻ്റെ പെണ്ണുമ്പിളയെയും അവൻ്റെ മക്കളെയും അവൻ്റെ സഹോദരിമാരെ ഞാൻ അവിടെ വിറ്റിട്ടുണ്ടാവും. അല്ലാതെ തെളിവൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഹാജരാക്കാൻ. ഞാൻ ചെയ്തതായിട്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് ചുറ്റുമുള്ളവരും പറയുന്നില്ല. അങ്ങനെ നിനക്കൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ അവിടെ അതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബോട്ടമായി പറയുന്നത് അവളെയും അവളെ മോളെയും കൂടെ ഞാൻ അവിടെ വിറ്റിട്ടുണ്ടായിരുന്നു. അവൾ അവിടുത്തെ ആസ്ഥാന വെടിയായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ വിഷയം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് പറയും, ഷാജി വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എൻ്റെ അടുത്ത് നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു കാര്യവുമില്ല. കഴിഞ്ഞ 3 മാസത്തോളം ഒരു കാര്യവുമില്ലാതെ എന്നെ സോഷ്യൽ മീഡിയയിൽ വെറുതെ എത്ര ചാനലിൽ പോയിരുന്ന് പറഞ്ഞെന്നറിയാമോ? ഷെഫീന ബീബി ഇവളും തനൂജയും ഒരേപോലെയാണ്. ഇത് രണ്ടും കണക്കാണ്. അവർ ചെയ്യുന്ന കാര്യം എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കും. ഇപ്പം തന്നെ ഇരുന്നു കൊണ്ട് പിന്നെ ആരെയൊക്കെ കളിയാക്കുന്നുണ്ട്. സ്വയം ഒന്ന് കണ്ണാടി നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കണ്ണാടി നോക്കിയാൽ മനസ്സിലാവും കുത്തിക്കഴപ്പ് ആരുടേതാണെന്ന്. ആർക്കാണ് ഈ പ്രശ്നമൊക്കെ വന്നത്? ആണുങ്ങളെ കിട്ടണമെന്നും ആണുങ്ങളെ പ്രേമിക്കണമെന്നും ആണുങ്ങളുടെ അടുത്ത് പിന്നെ ഫർണിച്ചർ ഉൾപ്പെടെ ചുമന്നുകൊണ്ട് പോകുന്നതും അവിടെ പോയി കിടന്നു കൊടുക്കുന്നതും മഹർ വാങ്ങിക്കുന്നതും ഒക്കെ ആരാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. ഷെഫീനക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല. ഷെഫീന എവിടെയും നുള്ളിപ്പറക്കി കെട്ടിക്കൊണ്ട് ഒരുത്തൻ്റെ വീട്ടിൽ പോയി താമസിച്ചതായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ എത്ര ദിവസം ജീവിച്ചിട്ട് അവിടെ ആളുകൾ അടിച്ചിറക്കിയതായിട്ടൊന്നും ആർക്കും എവിടെയും പറയാൻ കിട്ടത്തില്ല. അപ്പോൾ അതാണ് പോയിന്റ്. കൂടുതൽ കൊണ അടിച്ചോണ്ട് വന്നാടി അപ്പം ഷാജിദ അപ്പം വിറ്റ് വേണ്ടടി കൊച്ചുങ്ങൾക്ക് ചിലവിന് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ CWCയിൽ കേസുമായിട്ട് ശക്തമായിട്ട് മുൻപോട്ട് പോകുന്ന കാരണം ഈ സ്ത്രീ പിഴച്ചതാണെന്നുള്ളത് അവളുടെ നാക്കിൽ കൂടെ തന്നെയാണ് തെളിവായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായി നിൽക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ ഞാൻ അപ്പം വിറ്റു എന്ന് അവൾ പറഞ്ഞു. അവൾ 4 അപ്പം വിറ്റു.
അവൾ 4 അപ്പവും 40 അപ്പവും വിറ്റ് നടക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് ഓടി മാറി മറ്റൊരിടത്ത് പോയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം വിൽക്കാൻ ഉത്സാഹിച്ചിട്ടാണ്. അവിടെ വെച്ച് വിൽക്കാൻ ഒക്കത്തില്ല. ആ പിള്ളേർ അതിന് കൂട്ടാണ്. ആ കുട്ടികൾക്ക് അതിൻ്റെ ഡെപ്ത് അറിയത്തില്ല. ആ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് അറിയുമ്പോൾ ഇടി കിട്ടും. അത്രയേ ഉള്ളൂ. 5 എണ്ണം കൂടെ എടുത്ത് വെച്ച് ഇടിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ അരയ്ക്ക് താഴോട്ട് തളർന്നതിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ സന്തോഷമുണ്ടടി. ഒരാളുടെ അരയ്ക്ക് താഴോട്ട് തളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാന പുരസരം അത് പറയാൻ സാധിക്കുന്ന മൂദേവി, നീ എടുത്തിട്ടിരിക്കുന്ന പോസ്റ്റിൽ തന്നെ അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരുത്തിയാണോ നിൽക്കുന്നത്? താഴോട്ട് തളർന്നിട്ടാണ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിനകത്തുണ്ട് നിന്റെ നാക്ക്. നീ നിന്റെ പെറ്റ തള്ളയെ മോശം പറഞ്ഞോളൂ, പിന്നെ നാട്ടുകാരെ വെറുതെ വിടും. പിന്നെ ഞാൻ എന്താ എമ്മാത്രം? ഇത്തരം പേപ്പിടി കാട്ടുകളികൾ, ഇത്തരം വർത്തമാനം കൊണ്ട് ആരും വരണ്ട. അവളെ കേസ് എവിടെയും എടുക്കാൻ പോകില്ല. ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നാട് 1 അല്ല 2 ആക്കി വെക്കും. കാരണം ഒരാളെയും ഞാൻ എതിർത്ത ഒരു പെണ്ണും എന്നോട് മോശം പറയാതെ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് വന്ന് അടിക്കും, തിരിച്ച് അതേ നാണയത്തിൽ കൊടുക്കുമ്പോൾ തെളിവ് വെച്ച് കൊടുക്കും. എന്നെ പറഞ്ഞതിന് ഇവൾ ആദ്യം എന്താ പറഞ്ഞത്? എൻ്റെ ഉമ്മാനായിട്ട് ഞാൻ ശരിയല്ലെന്ന്. പിറ്റേ ഞാൻ ഉമ്മാരുടെ അടുത്ത് പോയി വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് വസ്തുവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇന്ന് വീഡിയോ ഇട്ടോ? അണ്ണാക്കി പിരിവെട്ടിയോ? ഇല്ലാ വചനവും കള്ളത്തരവും പറയുന്നത് അവളുടെ തൊഴിലാണ്. അവൾ അത് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നടുവെട്ടിയെന്നോ അല്ലെങ്കിൽ ഞാൻ അരയ്ക്ക് താഴ്ന്നോട്ട് തളർന്ന് ഞാൻ പെടുത്തോണ്ട് കിടക്കണം എന്ന് പറയുന്നത് ഞാൻ അവിടെ നിൽക്കുന്ന വീഡിയോ അവൾ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. മൊത്തം നുണ മാത്രം പറയുന്ന ഒരു നുണച്ചിയാണ് ആ നാറി. ആ നാറിക്ക് കിട്ടേണ്ടത് ഇങ്ങനെ. ഇനി കൂടുതൽ വളഞ്ഞാൽ നിന്നെ വീട്ടിൽ കയറി ഞാൻ പൊട്ടിക്കുകയും ചെയ്യും. അത് ഞാൻ വേണ്ടെന്ന് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഷെബീന ബീബി എന്ന് പറഞ്ഞിട്ട് ഈ വർത്തമാനം പറഞ്ഞാൽ വീട്ടിൽ കയറി ഞാൻ പൊട്ടിക്കുമേ അറുവലെ. താങ്ക് യു.